രാവിലെ ആയി. ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറട്ടെ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നേരെ പുറത്തോട്ടൊക്കെ ഒന്ന് പോവാം. ഒരു വർഷമായി പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളെ വണ്ടി എടുത്തോണ്ട് ഞാൻ ടോണിയെ വിളിച്ചിരുന്നപ്പം അവൻ പറഞ്ഞ് നമുക്കൊരു മീറ്റപ്പ് നടത്താമെന്ന്. നമ്മൾ ടോണിയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. അവനെ എന്താ പറഞ്ഞത്, ബീച്ചിൻ്റെ അടുത്തോണ്ടെന്നാണ്. നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തില്ലെങ്കിൽ ചെയ്യണം. ഇപ്പോൾ തന്നെ നമ്മളിങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് നേരെ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടിയിലൊന്നും ആരെയും കാണാനില്ല. എന്ത് പറ്റി? ഹർത്താലായതുകൊണ്ട് ആരും ഇറങ്ങാത്തതാണ്. ഒരു വെയിലും അല്ലേ, അതാണ് ചൂടും വെയിലൊക്കെ ആയിട്ട്. നിങ്ങൾ അവിടെയൊക്കെ വെയിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ നമ്മൾ ടോണി ഒന്ന് നോക്കാം. ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. നമുക്ക് മെയിൻ ബീച്ചിലോട്ട് പോകാൻ അവിടെ വല്ല ഫോണ് വരികയും അവര് മെയിൻ ബീച്ചിലോട്ട് കൊണ്ടിരിക്കുന്നു. ഉറപ്പിച്ചു വിടുവാണ് ഗൈസ്. സ്പീഡുണ്ട് 250 പോകുന്നത് മാക്സിമം സ്പീഡ്. അന്ന് ടോണി വണ്ടിയുടെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ഒത്തും കൂടെ പറയുന്നത് വെച്ച് ശ്രദ്ധിച്ചൊക്കെ പോകണം. എന്നെ പോലെ ഇങ്ങനെ വാങ്ങിച്ചിരിക്കുക പോയി എവിടെയെങ്കിലും ഇടിയും ഗൈസ്. അപ്പോൾ ചങ്ങിയിടലി അയ്യോ ഗൈസിൻ്റെ ഡോറൊക്കെ തുറന്നു പോയി. ഭയങ്കര കൺട്രോൾ കിട്ടുന്നില്ല. ജെറ്റിനെക്കാട്ടി സ്പീഡിയാണ് ഞാൻ അപ്പം പൊക്കൊണ്ടിരിക്കുന്നത്. എന്താവോ എന്തോ ടോണിയൊന്നും കാണുന്നില്ല. ഇനി പറ്റിച്ചെല്ലാം പോയാൽ വരത്തെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. വരാന്നൊക്കെ പറയും, പിന്നെ വരത്തെ. അയ്യോ വണ്ടി വല്ല വണ്ടിയൊക്കെ ഇടിച്ച് ചമ്മന്തിയാക്കി. അയ്യോ എന്തായാലും അവനൊന്ന് വിളിച്ചു നോക്കാം. അവന് ഇവയൊന്നും കാണുന്നില്ലല്ലോ. വണ്ടി എവിടെ പാർക്ക് ചെയ്യുന്നില്ല. വണ്ടിയിലൊക്കെ ഇരിക്കാല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. അയ്യോ എന്നാലും ഇവനിതെവിടെ? ഇതൊന്നും കാണുന്നോണ്ടില്ലല്ലോ. പോയി അവനെന്നെ വിളിച്ചിട്ട് പറ്റിച്ചാണെന്നൊരു സംശയമുണ്ട് ഗൈസ്. അവനെ കാണുന്നില്ല ഈ വഴിയിലൊന്നും. ശരിക്കും പോയ പിന്നെ ഇവിടെ ആർക്കറിയാം. എന്തായാലും ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് വിളിച്ച് പോയിക്കോട്ടെ. അവൻ ഇനി എന്നെ പറ്റിച്ചു എല്ലാം പോയാലാ. ഞാനവനെ വിളിച്ചു. അവനാണെങ്കിൽ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഷോറൂമിൻ്റെ ഫ്രണ്ടിലങ്ങാണ്ടേ വന്നത്. അപ്പോൾ നമുക്ക് ഷോറൂമിലോട്ട് പോവാം. ഷോറൂം പക്ഷേ എവിടെയാണെന്നുള്ള ഞാനവിടെ എപ്പോൾ തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞത് വയസ്സ്. ഓൾറെഡി നോക്കി ഷോറൂം ഇവിടെ നല്ല ആളുകളാണ് പറഞ്ഞത്. ഒന്ന് നോക്കട്ടെ ഇതോടെ ഇനി കാണും. അതാണ് ഷോറാണ്. ടോണി കാണും. നോക്കട്ടെ അവന്. അതോ നിൽക്കുന്നു. അതില്ലടാ അവിടെ കണ്ടിട്ടൊരു മൈൻഡ് വല്ലതും ഉണ്ടോ നോക്കിയേ. അവരൊക്കെയാണോ ഒരു ഫ്രണ്ട്? ടോണി എന്നെ എവിടെയെല്ലാം നോക്കിയിടാ. നീ എവിടെയായിരുന്നടാ? ഒരു നിമിഷം നീ വന്നോളാ. പക്ഷെ എനിക്കിപ്പോൾ സമയമില്ല. ഓഫീസ് വരെ പോവാം. പറഞ്ഞ കേട്ടോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാണെന്നും കാണാൻ വന്നപ്പോൾ അവൻ ഇങ്ങനെ. എടാ ഈ ഷോറൂം എപ്പോഴാണ് വന്നത്? ഞാൻ ഇപ്പോഴാണ് നീ പറഞ്ഞിട്ടാണല്ലോ അറിയുന്നത്. ഒന്നും ഇല്ലപ്പോഴൊക്കെ പുറത്തുള്ളൂ. എന്നാലും ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. കോഴ്സ് അവൻ പറഞ്ഞത് കാര്യമുണ്ട്. നമ്മൾ ഒരു വർഷമായിട്ട് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. അതെൻ്റെ വാടൊക്കെയാണ്. എവിടെ നിന്നൊന്നും ഇല്ലടാ, നമുക്കിത് സംസാരിക്കാടാ. എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല. ഞാൻ ഓഫീസ് കൊണ്ടുപോയി ബോസിനെ പിടിച്ചു വിടും. അപ്പോൾ നിനക്ക് ഫ്രണ്ട്ഷിപ്പ് ആകാൻ വരുന്നത് അതാ ഓഫീസാണ്. അത് എനിക്ക് ഓഫീസാണ്. ആ കലാ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടാടാ ടോണി. നിനക്ക് ജോലിയാണ് വലുതല്ലേ, അപ്പോൾ നമ്മളെയൊന്നും നിനക്ക് വേണ്ടല്ലേ? വേണ്ടെങ്കിൽ എന്ത്? എനിക്ക് ഒരു ഉപകാരം ചെയ്ത് ദിവസമില്ല.
എന്ത് ഞാൻ ഒരു ഉപകാരം ചെയ്തിട്ടില്ലേ? നീ ഒറ്റ ചെയ്യുന്നപ്പോൾ ഞാനേ ഉണ്ടായതോട് കേട്ടോ. ആ അപ്പൊ ജോലിയൊക്കെ കിട്ടിയപ്പോ നമ്മളെ വന്നു എന്നാ പിടിച്ചോ. നിന്നെ പിടിച്ചോണ്ട് തിരിച്ചടിക്കും. ഓഹോ എന്നാ ഞാനും തിരിച്ചടിക്കും. പിന്നെ വാ അടിക്കണ്ടി വാടാ. ആ പിന്നെ കൂട്ടാനാണെന്ന് പറയും ഞാനങ്ങ് തീർത്ത്. എന്റെ അടുത്ത് കുറച്ച് ഇങ്ങനെ ഇരിക്കും. അവനെയൊക്കെ ഞാൻ തീർത്തു. അപ്പോൾ നിങ്ങളെ ഞാൻ തീർക്കണമെങ്കിൽ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. എല്ലാവർക്കും ബൈ ബൈ. നൈസ് ടു സീ യു.